ഹലോ, ഗുഡ് ഈവനിങ്. ഹൗ ആർ യു ഡൂയിങ്? ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു വഞ്ചനയുടെ കഥയാണ്. വഞ്ചിക്കപ്പെട്ടവൻ ഞാനാണെങ്കിലും അതിൻ്റെ ബാധിക്കപ്പെട്ടവൻ വേറൊരാളായിരുന്നു. ഈ കഥ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എനിക്ക് ദുബായിൽ ഒരു കാർഗോ കമ്പനി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ലൈസൻസ് കോപ്പി ഒന്ന് അയച്ചു തരാമോ? എൻക്വയറി ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി അയാളുടെ അടുത്ത് എൻക്വയറിക്ക് ഞാൻ കൊട്ടേഷൻ അയക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് സാധാരണ ഒരു ദിവസം പോലെ എല്ലാ കസ്റ്റമർക്കും നമ്മൾ ആരെങ്കിലും ലൈസൻസ് കോപ്പി ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ആ ലൈസൻസ് കോപ്പി കൊടുത്തു. പിന്നീട് ആ ദിവസം കടന്നുപോയെങ്കിലും പിന്നീട് എന്താ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 2-2.5 മാസം അല്ലെങ്കിൽ 3 മാസത്തിന് ശേഷം എനിക്ക് മേഴ്സ്ക്കിൽ നിന്ന് ഒരു ഇമെയിൽ വന്നു. നിങ്ങളുടെ ഒരു ഷിപ്മെൻറ്റ് കറാച്ചി പോർട്ടിൽ, പാകിസ്ഥാനിലെ കറാച്ചി പോർട്ടിൽ 3 കണ്ടെയ്നർ പോർട്ടിൽ കിടക്കുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം പറഞ്ഞ് ഞാനങ്ങനെ ഒരു ഷിപ്മെൻറ്റ് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് മെയിൽ ചെയ്തു. അപ്പോൾ അവരതിൻ്റെ BL കോപ്പി എനിക്ക് അയച്ചു തന്നു. BL കോപ്പിയിൽ എക്സാക്ട്ലി ഞാൻ ബുക്ക് ചെയ്ത പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ BL കോപ്പിയിലുള്ള റിസീവർ പാർട്ടി, കൺസൈൻ ആരാണ് ഷിപ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത്, അയാളുടെ പാർട്ടി, അതിൽ നമ്പറുണ്ട്. അത് ഷിപ്പറിൻ്റെ നമ്പറും ഉണ്ട്. ഷിപ്പർ ഉള്ളത് US ഐറ്റം സ്ക്രാപ്പാണ്. 3 കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വാല്യൂ ഉണ്ടാകും. ഡെഫിനറ്റ്ലി US കോപ്പി എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഒരു $100,000 മേലെ വാല്യൂ ഉള്ള ഒരു ഗുഡ്സാണ്. ഞാനും പാകിസ്ഥാനിലുള്ള കൺസൈനിയെ ഞാൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ഷിപ്മെൻറ്റ് വരുന്നുണ്ട്, അത് ഞാൻ എടുത്തയച്ചതല്ല, നിങ്ങൾ വേറെ ആരെങ്കിലും വഴി അയച്ചതാണെങ്കിൽ അതെൻ്റെ അയച്ചതല്ല, ഇതിൻ്റെ BL ഞാൻ റെസ്പോൺസിബിൾ അല്ല, നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ബുക്ക് ചെയ്ത് അവർ കോണ്ടാക്ട് ചെയ്തോളും. അപ്പോൾ അവർ ഞെട്ടി. കാരണം കസ്റ്റമർ ഞെട്ടാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, കസ്റ്റമർ പറയുന്നത്, നിങ്ങളല്ല ഫസീൽ? അതെ, ഞാൻ തന്നെയാണ്. നിങ്ങളുടെ ലൈസൻസ് കോപ്പി എൻ്റെ അടുത്തുണ്ടല്ലോ. അതെ. ഞാൻ പറഞ്ഞു, ലൈസൻസ് കോപ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടുക എന്നുള്ളത് ഒരു ഇത്ര കഷ്ടമുള്ള കാര്യമല്ല. എക്കോണമിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പിംഗ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴാണ് കസ്റ്റമർ ഫുള്ള് വിവരങ്ങൾ തരുന്നത്. അയാൾ ഇത് എൻ്റെ പ്രീവിയസ് ലൈസൻസ് വാങ്ങിച്ചിട്ട് പോയ ആൾ, അതൊരു പാകിസ്ഥാനി തന്നെയായിരുന്നു. അയാൾ ദുബായിൽ തന്നെ ഉണ്ട്. ക്രൂക്കട്ട് ഈസ് ഓൾവേസ് ക്രൂക്കട്ട്. അവരുടെ ചിന്തകൾ എങ്ങനെയെല്ലാം പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ എന്തെല്ലാം ക്രൈറ്റീരിയയാണ് നോക്കുന്നത്, ആ ക്രൈറ്റീരിയനെയാണ് ഇവർ നോക്കുന്നത്. അതിന് മറികടക്കാവുന്ന എല്ലാ കാര്യങ്ങളും, എന്തെല്ലാം ചെക്ക് പോയിൻറ്റ്സ് ഉണ്ടോ ആ ചെക്ക് പോയിൻറ്റ്സ് അവർ കറക്റ്റ് ഫില്ല് ചെയ്യും. അദ്ദേഹം ഈ പാകിസ്ഥാനിലേക്കുള്ള കസ്റ്റമർക്ക് കൊടുത്തത്, ഈ വഞ്ചിച്ച ആളും പാകിസ്ഥാനി തന്നെയാണ്. കൊടുത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ ഫസ്റ്റ് ഓൺലൈനിൽ പോയിട്ട് എൻ്റെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തു. ആർക്കും രജിസ്റ്റർ ചെയ്യാം, അതിനൊരു ലൈസൻസ് കോപ്പിൻ്റെ ഒന്നും വേണ്ട, ഒരു ജസ്റ്റ് ഒരു ഡൊമൈൻ ഉണ്ടാക്കേണ്ടേ ഉള്ളൂ. എന്നിട്ട് അതേ ഡൊമൈനിൽ ഒരു ഇമെയിൽ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരുപാട് കസ്റ്റമറായിട്ട് അയാൾ മെസ്സേജ് അയച്ചു. ഇമെയിൽ മാസ് മെസ്സേജ് അയച്ചു. ഈ മാസ് മെസ്സേജ് അയച്ചിട്ട് ഇയാൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കണ്ടെയ്നറിന് $33,000, അന്നത്തെ കാലത്ത് 3 വർഷം മുമ്പ് വെച്ചിട്ട് ഏതാണ്ട് $1,00,000 അടുത്ത് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ കാർഗോ കമ്പനിക്ക്. അപ്പോൾ അതായത് ഒരു ക്രെഡിബിലിറ്റി ഉള്ള കമ്പനിയെ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പേരിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക, ആ വെബ്സൈറ്റിൽ ഒരു ഇമെയിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇതിൽ ആരെങ്കിലും ഓൺലൈൻ ചെക്ക് ചെയ്യാൻ കറക്റ്റാണ്, അങ്ങനെ ഒരു കമ്പനി ഉണ്ട് എന്ന് തന്നെ തോന്നും. ഇതിൽ ഏറ്റവും സർപ്രൈസിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേഴ്സ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിങ്ങിൽ ഭീമനാണ്. ആ ഭീമനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഭീമൻ്റെ അടുത്ത് ഇതേമാതിരി ഇമെയിലും മറ്റേ ID കോപ്പിയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട്
അവർ വേറൊരു അക്കൗണ്ട് ഇതേ സമയത്തെ കമ്പനീൻ്റെ പേരിൽ തന്നെ തുടങ്ങി. അവിടെ മേഴ്സ്ക് തോറ്റു. അവിടെ എനിക്ക് സംസാരിക്കാനുള്ളൊരു പോയിന്റ് ഉണ്ടായി. അപ്പം ഞാൻ മേഴ്സ്കിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഓൾറെഡി തന്നെ ഒരു അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ നിങ്ങൾ വേറൊരു അതേ പേരിൽ വേറൊരു അക്കൗണ്ട് നിങ്ങൾ തുറക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ എന്ന് ചോദിച്ചതോടുകൂടി മേഴ്സ്കിന് ഒന്നും ചെയ്യാൻ പറ്റാത്തതായി. അപ്പം നിങ്ങൾ ആലോചിക്കണം, മേഴ്സ്ക് പോലൊരു ഭീമനെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ ക്രൂക്കഡ് മെൻറ്റാലിറ്റി എന്നുള്ളത് നിങ്ങൾ ആദ്യം ആലോചിക്കണം. അപ്പോൾ വെബ്സൈറ്റ് തുടങ്ങി, ഇമെയിൽ തുടങ്ങി, ട്രസ്റ്റായി, പേയ്മെൻറ്റ് കിട്ടി, പിന്നെ ഇയാൾ ഫോൺ ഓഫ് ചെയ്തു. അപ്പോൾ എൻഡ് യൂസർക്ക് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻഡ് യൂസർക്ക് പറ്റിയത് 3 കണ്ടെയ്നറിൻ്റെ ലോജിസ്റ്റിക്സിൻ്റെ കോസ്റ്റ്, അത് ഏതാണ്ട് $1,00,000. പിന്നെ 3 കണ്ടെയ്നറിലുള്ള സ്ക്രാപ്പ് മെറ്റീരിയൽ, മെറ്റലാണെന്ന് പറയുന്നത്, അതിൻ്റെ കോസ്റ്റ്. അൾട്ടിമേറ്റ്ലി പറഞ്ഞു എനിക്കിനി അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ബാങ്ക് ലോൺ വെച്ചിട്ടാണ് ഞാൻ ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്, ഇത് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ, എനിക്ക് രണ്ടാമത് പേ ചെയ്യാൻ പറ്റും, ഞാൻ ബാങ്ക്രപ്റ്റ് ചെയ്യുന്നു. ഒരു ചെറിയ മിസ്റ്റേക്ക്, ആരെ വിശ്വസിക്കണം എന്ന് വിചാരിക്കുന്നിടത്ത് വലിയ നഷ്ടം വരും, നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്ന നഷ്ടം വരും. അപ്പോൾ ആലോചിക്കണം, എസ്പെഷ്യലി നിങ്ങളൊരു ഷിപ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴേക്കും ഒരു കാർഗോ കമ്പനീനെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് റെക്കമെൻഡഡ് ആയിട്ട് ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഇന്ന പെർട്ടിക്കുലർ കാർഗോ കമ്പനി ട്രസ്റ്റബിളാണ്, ട്രസ്റ്റ് വർത്തിയാണെന്ന് നല്ല റിവ്യൂ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ ഉറപ്പിക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ കാർഗോ കമ്പനി തന്നെയാണെന്ന്. പറ്റുമെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള കാർഗോ കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓഫീസ് വിസിറ്റ് ചെയ്യണം. അതുകൂടാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും നാട്ടിലെ കാർഗോ ട്രാൻസ്ഷിപ്മെൻ്റാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ നാട്ടിൽ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയക്കാരുണ്ടെങ്കിൽ ആ ഒരു ഫിസിക്കലി അവർക്ക് ഓഫീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും വളരെ ഉപകാരമായി. ദുബായ് പോലൊരു നാട്ടിൽ വളരെ പെട്ടെന്ന് ഓഫീസ് തുടങ്ങാനും പൂട്ടാനും പറ്റും, എസ്പെഷ്യലി കാർഗോയ്ക്ക്. അത് വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൻ്റെ ആവശ്യമില്ല. മറ്റുള്ളൊരു സൂപ്പർ മാർക്കറ്റിനെയൊക്കെ പോലെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ചതിക്കപ്പെടാണ്ടിരിക്കുക. ഇനി ഉള്ള കുറച്ച് വീഡിയോകൾ എങ്ങനെ സ്കാം മാനേജ്മെൻറ്റിൽ നമുക്ക് മറ്റുള്ള ചതിയിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് ഞാൻ ഒരേ ഒരു വട്ടം ബിസിനസ്സിൽ ചതിക്കപ്പെട്ട ഒരു കാര്യമല്ല. ചതിവെന്ന് പറയുന്നത് ഏത് സമയത്തും ആണെങ്കിലും പറ്റാം. ചതിക്കപ്പെടുന്നത് എല്ലായ്പ്പോഴും വലിയ ലാഭം തരുന്ന നമുക്ക് ഉദ്ദേശിക്കുന്ന ബിസിനസ്സുകളായിരിക്കും. ആ ഒരു ഷിപ്മെൻറ്റ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു വലിയ ലാഭം കിട്ടും എന്ന് തോന്നുമ്പോഴാണ്. മാർക്കറ്റിൽ എല്ലാവരും 30 രൂപ കോട്ട് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം 10 രൂപ കോട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ അയാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് ഇത് റേറ്റ് പോസിബിൾ ആണോ എന്ന് നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അത് വളരെ ആവശ്യമാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇനിയുള്ള അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് കോമൺ ആയിട്ടുള്ള നമ്മളുടെ നോർത്ത് ഇന്ത്യയിൽ തന്നെ കാണുന്ന സ്കാമുകളാണ്. നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സ്കാമുകളുണ്ട്, വളരെ സൂക്ഷിക്കണം. എസ്പെഷ്യലി ന്യൂ ബയർ ആണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, ഫോളോ മൈ ചാനൽ. നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ് ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ IBM ആപ്പ് ലൈക്ക് ചെയ്യുന്നതിലൂടെ കൂടുതൽ അവെയർനെസ് ഉള്ള, കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ഈ ലക്ഷ്യത്തിലേക്ക് നിങ്ങളൊരു കൈത്താങ്ങാവുക. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.